എൻ്റെ പേര് മറിയൂക്കുട്ടി ജോസ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഇന്ന് ഈ സാക്ഷ്യം ഇവിടെ പറയുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. എൻ്റെ മകനും മകളും ഞാനും കൂടി മെയ് മാസം 20-ാം തീയതി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്: മാതാവേ, മെയ് മാസം അടക്കത്തിൽ തന്നെ ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഇവിടെ നിന്ന് കിട്ടിയ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയിൽ തൈലം പുരട്ടി, മകളുടെ വയറ്റത്ത് തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് മെയ് മാസത്തിൽ മോള് പ്രഗ്നൻസി ആകുകയും അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ട്വിൻസ് ആണെന്നുള്ള വിവരം ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. പിന്നെ രോഗികളെ കാണുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും രോഗിയായി കിടക്കുന്ന ആളുകൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ സ്കാനിങ്ങിന് മോള് പോകുമ്പോഴും വയറ്റത്ത് മാതാവിൻ്റെ തൈലം പുരട്ടി പ്രാർത്ഥിക്കുകയും തിരിച്ചു വരുമ്പോൾ ഡോക്ടർ പറയും ഒരു കുഴപ്പവും ഇല്ലയെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ അവർ 7-ാം മാസത്തിൽ എൻ്റെ മകൾക്ക് പെട്ടെന്നൊരു നടുവേദന വരികയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണുകയും ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടാകുമെന്ന് പറയുകയും രാത്രി ഡിസംബർ 8-ാം തീയതി രാത്രി 11 മണിയായപ്പോഴാണ് ഹോസ്പിറ്റലിൽ ചെന്നത്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ പ്രഗ്നൻസി ഉണ്ടാവും, അപ്പം അതിനുള്ള ഇതൊക്കെ നോക്കാൻ പോവുക എന്നും പറഞ്ഞ് മകളെ കയറ്റി. മകൾ 3:15 മകൾ പ്രസവമായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസേറിയനൊന്നും കൂടാതെ സുഖപ്രസവമായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയുണ്ടായി. അങ്ങനെ തന്നെ സുഖമായിട്ട് പ്രസവിക്കുകയും 2 കുഞ്ഞുങ്ങളെ അമ്മ തരികയും ചെയ്തു. അത് കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായി കഴിഞ്ഞപ്പോൾ അവർ മാസം തികയാതെ ഉണ്ടായതുകൊണ്ട് 2 പേരെയും ഡോക്ടർമാർ അപ്പോൾ തന്നെ ICUയിലേക്ക് കിടത്തുകയും മൂത്ത കുട്ടിയുടെ നില അതീവ ഗുരുതരമായിരുന്നു. അവൻ്റെ കാര്യം ഡോക്ടർ പറഞ്ഞു ഇവൻ്റെ കാര്യത്തിന് ഞങ്ങൾക്ക് ഉറപ്പില്ല, ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നു. കാരണം കുഞ്ഞിന് ശ്വസിക്കാനും ബുദ്ധിമുട്ടായിരുന്നു. കുഞ്ഞിൻ്റെ കരച്ചിലുണ്ടായില്ല. ഇളയ കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല. 1 മാസമാണ് ICU കിടന്നുള്ളത്. മൂത്ത കുട്ടിയെ 71 ദിവസം ICUയിൽ കിടത്തി. അവൻ്റെ കഴുത്തിന് ചലനം ഉണ്ടായിരുന്നില്ല, ഒരു കൈ അനങ്ങൂലായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ 61-ാം ദിവസം മൂത്ത കുട്ടിയുടെ അപ്പോൾ ഈ 71 ദിവസവും ഇവന് CPAP വെച്ച് ആണ് അവൻ ശ്വസിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് 61-ാം ദിവസം CPAP 1 മണിക്കൂർ വെച്ച് ഡോക്ടർ മാറ്റി വെച്ച് നോക്കി തുടങ്ങി. അപ്പോൾ അവന് ഒരു കുഴപ്പവും കണ്ടില്ല. അങ്ങനെ 65 ദിവസവും 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ അങ്ങനെയൊക്കെ ഒരേ മണിക്കൂറുകൾ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവനൊരു ചെറിയ ശ്വാസതടസ്സം പോലെ വന്നെങ്കിലും അവൻ പിന്നീട് അത് ശ്വസിക്കുകയും അവന് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ അങ്ങനെ ഓരോ ദിവസവും മാറ്റങ്ങൾ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾക്ക് 71-ാം ദിവസം ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സമ്മതത്തിൽ കൂടി കുഞ്ഞിനെ പുറത്തേട്ട് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഉണ്ടായ കുഞ്ഞുങ്ങളാണ്, അവർക്കൊന്നും സംഭവിക്കില്ല എന്ന് ഞാനും എൻ്റെ മകനും മകളും വിശ്വസിച്ചു. അവൾ ഈ ICUയിൽ 73 ദിവസം ഈ കുഞ്ഞ് കിടന്നപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ചെന്ന് കൃപാസന മാതാവിൻ്റെ തൈലം ദിവസവും നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ രൂപം അവൻ്റെ കിടക്കയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന
ഡോക്ടർ 71 ദിവസം ഞങ്ങളോട് നിങ്ങളുടെ സമ്മതത്തോടു കൂടി ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ അപ്പോൾ എന്നാൽ ഞങ്ങൾക്ക് സമ്മതമാണ്, ഞങ്ങളുടെ കുഞ്ഞിനൊരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ധൈര്യമായിട്ട് ഡോക്ടറിനോട് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 73 ദിവസം ഞങ്ങളോട് ഡിസ്ചാർജ് ചെയ്തോളാൻ പറഞ്ഞു. ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകണ്ടെങ്കിലും ഇവന് നിങ്ങളുടെ അടുത്ത് തന്നെ വേറെ ഹോസ്പിറ്റലുണ്ട്, ഇങ്ങനെ ഫസ്റ്റ് എയ്ഡ് കിട്ടാൻ പറ്റിയ ഹോസ്പിറ്റലുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവനവിടെ കാണിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ അവന് ഇപ്പോൾ 1 വയസ്സും 5 മാസവുമായി ഇന്നുവരെയും അവന് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ അവൻ്റെ കഴുത്തിൻ്റെ ചലനം കുറവായിരുന്നു. കഴുത്ത് ഒരു വശത്തേട്ട് തന്നെയായിരുന്നു കിടക്കുകയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ ഈ മാതാവിൻ്റെ അടുത്ത് നിന്ന് എന്നും എല്ലാ ചൊവ്വാഴ്ചയും പിന്നെ യൂട്യൂബിലൂടെയും ധ്യാനം കൂടുമായിരുന്നു. അങ്ങനെ കൂടി മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ ഈ മെയ് മാസ വണക്കത്തിൽ തന്നെ എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്ത് പൊക്കിപ്പിടിക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു, കഴുത്തിന് ഉറക്കണേന്ന്. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഈ മെയ് മാസത്തിൽ തന്നെ അവൻ കഴുത്ത് പൊക്കിപ്പിടിക്കുകയും മുട്ടയിൽ നിൽക്കുകയും അവൻ്റെ കൈകൾക്കും കാലുകൾക്കും ചലനം ഉണ്ടാവുകയും ചെയ്തു. അവനിപ്പോൾ ഒരു കുഴപ്പമില്ല. അവൻ്റെ തലയിൽ വെള്ളക്കെട്ടുണ്ടായിരുന്നു, അതും കുറവായി. ഇപ്പോൾ അവനൊരു കുഴപ്പവുമില്ല. പിന്നെ 127 സങ്കീർത്തനം ഞങ്ങൾ എന്നും വായിക്കുമായിരുന്നു. 127-3 പറയുന്നത് മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരത്തിൻ ഫലവുമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ യോഹന്നാൻ 11:4 പറയുന്നു, ഈ ദീനമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് വേണ്ടിയാണെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് 4 വർഷത്തിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ്. കുഞ്ഞുങ്ങളെ ഇവർ ആഡവും എബ്രഹാമാണ്, ഇവർ ട്വിൻസാണ്. അപ്പം ഇവിടെ വന്ന് ഈ അമ്മയാണ് ഇവർ ഒരുമിച്ചാണ് കഴിഞ്ഞ മെയ് മാസം ഏകദേശം ഈ ഒരു സമയത്താണ് ഇവരോട് ഒന്ന് ഉടമ്പടി എടുത്തെന്നുള്ളതാണ്. അപ്പോൾ ആ മെയ് മാസത്തിൽ ഈ ആലയത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോയി. അടുത്ത മാസം വണക്ക മാസം ആകുമ്പോഴേക്കും ഒരു കുഞ്ഞുമായിട്ട് വരാനായിട്ട് ദൈവം ഇടവരുത്തണമേ എന്ന് ഉടമ്പടി ചെയ്തിട്ട് പോയിട്ട് ഈ ഒരു വണക്കമാസ കാലയളവിൽ പിന്നെ അതിൻ്റെ സാക്ഷ്യം പറയാനായിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് ഈ അൾത്താരയിൽ വരവാനായിട്ട് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു എന്നുള്ളത്. അപ്പോൾ അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരുമിച്ചാണ് അന്ന് സാക്ഷ്യം മകനും മക്കളുമായിട്ട് വന്ന് പറയാനായിട്ടാണ് ഈ അമ്മയോട് വന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഉടമ്പടി എടുത്തവർക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിതം നയിക്കുന്നവർക്കും മെയ് മാസവും ഒക്ടോബർ മാസവും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസങ്ങളും നമ്മളെ സംബന്ധിച്ച് ഡിസംബർ 7-ാം തീയതി അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം നമ്മളെ സംബന്ധിച്ച് പ്രത്യേകതകൾ ഉള്ള ദിവസമാണ്. കൃപാസനത്തിൻ്റെ ചരിത്രത്തിലും കൃപാസനത്തിൻ്റെ നാൾ വഴികളിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങളും അടയാളപ്പെടുത്തുന്ന ഒരു സമയം മെയ് മാസമാണ്. അപ്പോൾ ഒരു വണക്കമാസത്തിൻ്റെ ഒരു വിശുദ്ധി ആ മാസത്തിനുണ്ട്. ഒരുപാടിടത്ത് ജപമാലകളുടെ ഒരു ആസ്തി അതിൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പം ഇങ്ങനെ വിശേഷപ്പെട്ട കുറച്ചേറെ ദിവസങ്ങളുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലുണ്ടാവണം. ഒപ്പം ഉടമ്പടി എടുത്ത് നമുക്കും ഏറെ പ്രത്യേകിച്ച് ഈ വിശുദ്ധിയുള്ള ഒരു മെയ് മാസത്തിൽ മാതാവിനോട് പ്രത്യേകം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഇതൊരു കാരണമാവട്ടെ. അപ്പോൾ ഈ അമ്മയുടെ ഉത്തരവാദിത്വം അനുസരിച്ച് ഈ സാക്ഷ്യം വരെയും അതാണ് നമ്മൾ പ്രാർത്ഥിച്ച് വിട്ടുകളയുന്നതല്ലല്ലോ. ഉടമ്പടി എന്ന് പറയണത് ആ പ്രാർത്ഥന ഒന്നെങ്കിൽ അത് സംഭവിക്കുന്നത് വരെ, അല്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് 38 സങ്കീർത്തനം 38-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുന്നത് വരെ ആ പ്രാർത്ഥനയോടൊപ്പം യാത്ര ചെയ്യുന്നൊരു ദൈവിക പദ്ധതിയാണിത്. അപ്പോൾ വ്യക്തമായിട്ട് അതിന് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു. ഓരോ പ്രാവശ്യവും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴെല്ലാം പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളെ നേടി അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ ലഭിച്ചു എന്നുള്ളതാണ്. ഇനിയും ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇനി ഒരുപാട് ദൈവാനുഭവങ്ങൾ ഈ കുടുംബത്തിലുണ്ടാവട്ടെ എന്നും ഇപ്പോൾ ദൈവം നൽകിയ മക്കളെ പ്രതിയും ഒപ്പം ഇവർക്ക് നൽകിയ വിശ്വാസത്തിൻ്റെ ആഴത്തെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.